കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസും ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതുമാണ്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഹെഡിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ ഞാനത് നൽകുന്നുണ്ട്. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കമ്പനി എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനിഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. The word company is derived from the Latin word com, which means together, and the word panis, which means bread. Together എന്ന മീനിങ് ഉള്ള com എന്ന വേർഡിൽ നിന്നും അതുപോലെ ബ്രെഡ് എന്ന മീനിങ് ഉള്ള പാനിസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നുമാണ് കമ്പനി എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് പദം, ഈ കോം എന്നും പാനിസ് എന്ന് പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡ്സ് ആണ്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ സിമ്പിൾ ലാംഗ്വേജ് ദ ടേം കമ്പനി മീൻസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോംഡ് ഫോർ സം കോമൺ പർപ്പസ്. ചില പൊതുവായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ആളുകളുടെ ഒരു അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അതിൽ മെമ്പേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഒരേ പർപ്പസാണ് ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു കോമൺ പർപ്പസിന് വേണ്ടി ഫോം ചെയ്തിട്ടുള്ള ആളുകളുടെ, പേഴ്സൺസിൻ്റെ അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. ട്രാൻസ്ഫറബിൾ ഷെയർസിൻ്റെ രൂപത്തിൽ, മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാവുന്ന തരത്തിലുള്ള ഷെയർസ്, അത്തരം രൂപത്തിൽ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന തരത്തിലുള്ള ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഏതാനും ആളുകൾ ചേർന്ന് ഫോം ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് നമ്മൾ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയും. When a few persons form a company for the purpose of some business of profit with capital divisible into transferable shares, it is called a joint stock company. The persons forming the company are called shareholders. കമ്പനി ഫോം ചെയ്യുന്ന ആളുകളെ നമുക്ക് എന്താ പറയാം? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയാം. The liability of the members of the company is usually limited. അത്തരം മെമ്പേഴ്സിൻ്റെ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി സാധാരണഗതിയിൽ ലിമിറ്റഡ് ആയിരിക്കും. Company is a corporate body comprising a large number of persons with a greater capital and engaged in more extensive enterprises and trading under title not disclosing the name of the individual. ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ബോഡിയാണ്. അതിനകത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. എത്ര ആളുകൾക്ക് വേണമെങ്കിലും അതിനകത്ത് മെമ്പേഴ്സ് ആവാം. അത് പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയൊക്കെ ഉണ്ട്. അതിനകത്ത് ചെറിയ വേരിയേഷൻ ഉണ്ട്. പൊതുവേ പറയുകയാണെങ്കിൽ എത്ര ആളുകൾക്ക് വേണമെങ്കിലും അതിനകത്ത് ജോയിൻ ചെയ്യാം. വിത്ത് എ ഗ്രേറ്റർ ക്യാപിറ്റൽ, ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റലാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് എൻഗേജ്ഡ് ഇൻ മോർ എക്സ്റ്റെൻസീവ് എൻ്റർപ്രൈസസ്, വിപുലമായ വ്യാപാര പ്രവർത്തനങ്ങളിലാണ് അത് എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് ട്രേഡിംഗ് അണ്ടർ ടൈറ്റിൽ നോട്ട് ഡിസ്ക്ലോസിങ് ദ നെയിം ഓഫ് ഇൻഡിവിജ്വൽസ്, ഓരോ വ്യക്തിയുടെയും പേര് ഡിസ്ക്ലോസ് ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോർപ്പറേറ്റ് ബോഡിയാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല രൂപത്തിലായിട്ട് കമ്പനിയെ വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഓഫ് ദ കമ്പനീസ് ആക്ട് 2013, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 20 കമ്പനിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നോക്കാം. എ കമ്പനി മീൻസ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ഈ ആക്ട് പ്രകാരം, ഈ 2013 ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ കുറേ ആക്ടുകൾ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ? 1956 ആക്ട്, അങ്ങനെ നേരത്തെ ഫോം ചെയ്ത കമ്പനികളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ അതിന് മുമ്പ് ഫോം ചെയ്ത് മുമ്പുള്ള കമ്പനി ലോ ഏതാണോ അതനുസരിച്ചോ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പനി എന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡെഫിനിഷൻ. ദെൻ കുറേ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു ഡെഫിനിഷനാണ് ലോർഡ് ജസ്റ്റിസ് ലിൻഡ്ലേൻ്റെ ഡെഫിനിഷൻ. അതെങ്ങനെയാണെന്ന് നോക്കാം. According to him, a company is an association of many persons who contribute money or money is worth to a common stock. ഒരു കോമൺ സ്റ്റോക്കിലേക്ക് പണമോ പണത്തിൻ്റെ തത്തുല്യ മൂല്യമുള്ളതോ ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് ആളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആൻഡ് എംപ്ലോയ്ഡ് ഇറ്റ് ഇൻ സം ട്രേഡ് ഓർ ബിസിനസ്, എന്തെങ്കിലും ഒരു വ്യാപാരത്തിൽ അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് അത് ഉപയോഗിക്കുന്നു. ആൻഡ് ഹൂ ഷെയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് എറൈസിങ് ദെയർ ഫ്രം, അതിൽ നിന്നുണ്ടാകുന്ന ലാഭമോ നഷ്ടമോ അവർ പരസ്പരം ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഏതാനും ആളുകൾ ചേർന്നുകൊണ്ടുള്ള ഒരു അസോസിയേഷനാണ് എന്ത്, കമ്പനി എന്ന് പറയുന്നത്. ദ കോമൺ സ്റ്റോക്സ് ഓഫ് കോൺട്രിബ്യൂട്ടഡ് ഈസ് ഡിനോട്ടഡ് ഇൻ മണി. ആ ഒരു കോമൺ സ്റ്റോക്ക് നമ്മൾ മണി ടേംസിലാണ് ഡിനോട്ട് ചെയ്യുക. നമ്മൾ ഏതിലേക്കാണോ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ആ കോമൺ സ്റ്റോക്ക് മണി ടേംസിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി, അതാണ് കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ദ പേഴ്സൺസ് ഹു കോൺട്രിബ്യൂട്ട് ഇറ്റ് ഓർ ടു ഹൂം ഇറ്റ് ബിലോങ്സ് ആർ മെമ്പേഴ്സ്. ആരാണോ ഈ പറയുന്ന ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അവരെ, അല്ലെങ്കിൽ ആരുമായിട്ട് ബന്ധപ്പെട്ടാണോ ഈ ക്യാപിറ്റൽ ഇരിക്കുന്നത്, അവരെയാണ് നമ്മൾ എന്ത് പറയുക, മെമ്പേഴ്സ് എന്ന് പറയാം. ദ പോർഷൻ ഓഫ് ക്യാപിറ്റൽ ടു വിച്ച് ഈച്ച് മെമ്പർ ഈസ് എൻറ്റൈറ്റിൽഡ്. ക്യാപിറ്റലിൽ ഓരോ മെമ്പർക്കും അവകാശമുള്ള ആ ഒരു പങ്കിനെ, ആ ഒരു പോർഷനെയാണ് എന്ത് പറയുക, അയാളുടെ ഷെയർ എന്ന് പറയുക. ഈസ് ഹിസ് ഷെയർ, അതാണ് അയാളുടെ ഷെയർ എന്ന് പറയുന്നത്. ദ ഷെയർസ് ആർ ഓൾവേസ് ട്രാൻസ്ഫറബിൾ. ആ ഷെയർസ് എല്ലായ്പ്പോഴും ട്രാൻസ്ഫറബിൾ ആണ്, അതായത് ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് കൈമാറാവുന്നതാണ്. ഓൾദോ, എന്നിരുന്നാലും ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ദം മേ ബി റെസ്ട്രിക്റ്റഡ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടേക്കാം. അത് ഇത് പബ്ലിക് കമ്പനികൾ, അതുപോലെ പ്രൈവറ്റ് കമ്പനി, ഇതിൻ്റെയൊക്കെ കേസസിലാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വോളണ്ടറി അസോസിയേഷൻ ആണ്. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ഏതാനും വ്യക്തികൾ ചേർന്ന് സ്വമേധയാ രൂപീകരിക്കുന്ന ഒന്നാണ് കമ്പനി. ഇറ്റ് ക്യാൻ നീദർ കമ്പൽ എ പേഴ്സൺ ടു ബിക്കം ഇറ്റ്സ് മെമ്പർ നോർ ടു ഗിവ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ്. ഒരാളെ കമ്പനിയുടെ മെമ്പർ ആവണമെന്ന് നിർബന്ധിക്കാനോ അല്ലെങ്കിൽ അയാളുടെ മെമ്പർഷിപ്പ് അവസാനിപ്പിക്കണമെന്ന് നിർബന്ധിക്കാനോ കഴിയില്ല. ഒരാൾ സ്വമേധയാലാണ് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നത്. It is the personal choice of people and their desire to get profit or some other object of their own which inspires them to become member of the company. പ്രോഫിറ്റ് നേടാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒബ്ജക്റ്റോട് കൂടിയിട്ട് ആളുകളുടെ സ്വന്തം ആഗ്രഹപ്രകാരം, ആളുകളുടെ സ്വന്തം പേഴ്സണൽ ചോയ്സ് പ്രകാരമാണ് ഇതിനകത്ത് അവർ മെമ്പേഴ്സ് ആവുന്നത്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇറ്റ്സ് എ വോളണ്ടറി അസോസിയേഷൻ. ഇതൊരു സ്വമേധയാലുള്ള സംഘടനയാണ്. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. ആളുകളുടെ വോളണ്ടറി അസോസിയേഷനാണ് ഒരു കമ്പനി എന്ന് പറയുന്നത്. അതിനകത്തൊരു മെമ്പർ ആകുന്നതിനോ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മെമ്പർഷിപ്പ് അവസാനിപ്പിക്കുന്നതിനോ ഒന്നും ആർക്കും ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ നീദർ കമ്പൽ എ പേഴ്സൺ ടു ബിക്കം ഇറ്റ്സ് മെമ്പർ നോർ ടു ഗിവ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ്. It is the personal choice of people and their desire to get profit or some other object of their own which inspires them to become the member of the company. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ സ്വന്തം പേരിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഒബ്ജക്റ്റിനെങ്കിലും അതൊക്കെ ആയിരിക്കാം ആ കമ്പനിയിൽ മെമ്പർ ആകുന്നതിന് അയാളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവുക, ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള ആളുകളുടെ പേഴ്സണൽ ചോയ്സ് പ്രകാരം മാത്രമാണ് അവർ കമ്പനിയിനകത്ത് ജോയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വോളണ്ടറി അസോസിയേഷൻ ആണെന്ന് നമുക്ക് പറയാം. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സ്വന്തമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു അസ്തിത്വം, നിലനിൽപ്പ് ഇതിനുണ്ട്. എ കമ്പനി ഹാസ് എ പെർപ്പച്വൽ സക്സഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൽ നിന്നും സ്വതന്ത്രമായിട്ട് നിൽക്കാൻ ശേഷിയുള്ള ഒന്നാണ് ഒരു കമ്പനി. അതിന് പെർപ്പച്വൽ സക്സഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ഹോൾഡ് ആൻഡ് ഡീൽ വിത്ത് എനി ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി ഇൻ ഇറ്റ്സ് ഓണർഷിപ്പ് ഇൻ എനി വേ ഇറ്റ്സ് ലൈക്ക്. അത് കമ്പനിക്ക് ഇഷ്ടമുള്ള രീതി ഏതാണ് ആ രീതിയിൽ ഏത് തരത്തിലുള്ള പ്രോപ്പർട്ടിയും സ്വന്തമായിട്ട് വെക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും എല്ലാം കമ്പനിക്ക് സാധിക്കും. ഇറ്റ് ക്യാൻ എൻ്റർ ഇൻ ദ കോൺട്രാക്ട്സ്. അതിന് കോൺട്രാക്റ്റിനകത്ത് എൻ്റർ ചെയ്യാം. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. കമ്പനിയുടെ പേരിൽ സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അല്ലാതെ ഏതെങ്കിലും മെമ്പറുടെ പേരിൽ എടുക്കുക എന്ന് യാതൊരു നിർബന്ധവുമില്ല. സ്യൂ ആൻഡ് ബി സ്യൂഡ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഔട്ട്സൈഡേഴ്സ്. ആർക്കെങ്കിലും എതിരെ കമ്പനിക്ക് സ്വന്തം പേരിൽ കേസ് കൊടുക്കാം. അതുപോലെ മെമ്പേഴ്സാലോ അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സാലോ കമ്പനിക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കപ്പെടാം. അപ്പോൾ ഇങ്ങനെ എന്തും ചെയ്യാൻ കെൽപ്പുള്ള, സ്വന്തമായിട്ട് അസ്തിത്വമുള്ള ഒന്നാണ് കമ്പനി എന്ന് പറയുന്നത്. ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്, ഇങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി ക്യാൻ റിക്കവർ ദ മണി ഓൺലി ഫ്രം ദ കമ്പനി ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ കമ്പനി. ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാനുള്ള പണം കമ്പനിയിൽ നിന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നോ മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കമ്പനിയും മെമ്പേഴ്സും രണ്ടാണ്. രണ്ടു പേർക്കിടയിൽ ഒരു വിടവുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു നിലനിൽപ്പ് കമ്പനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദേ കനോട്ട് സ്യൂ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. കിട്ടാനുള്ള ക്യാഷിന് ഇൻഡിവിജ്വൽ മെമ്പേഴ്സിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ക്രെഡിറ്റേഴ്സിന് കേസ് കൊടുക്കാൻ പറ്റില്ല. സിമിലർലി ദ കമ്പനി ഈസ് നോട്ട് ഇൻ എനി വേ ലയബിൾ ഫോർ ദി ഇൻഡിവിജ്വൽ ഡെറ്റ്സ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അതുപോലെ തന്നെ മെമ്പേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കടങ്ങൾക്കോ മറ്റോ ആരും ലയബിൾ ആവുന്നില്ല, കമ്പനിയും ലയബിൾ ആവുന്നില്ല. രണ്ടു കൂട്ടരും സെപ്പറേറ്റ് ആണ്. No member can claim any ownership right in the assets of the company either individually or jointly. അത് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ കൂട്ടമായിട്ടോ ഒരിക്കലും കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റിന് നേർക്ക് അവർക്ക് അവകാശം ഉന്നയിക്കാൻ പറ്റില്ല.
സോ ഇറ്റ് വാസ് സ്റ്റേറ്റഡ് ദാറ്റ് കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കമ്പനിക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കമ്പനിയുടെ സ്വന്തം പേരിലുള്ള സ്വത്തുവകകളാണ്, അതിൽ മറ്റാർക്കും അവകാശം ഉണ്ടായിരിക്കില്ല, അത് കമ്പനിക്ക് മാത്രമാണ് അത് ഡീൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. പെർപ്പച്വൽ സക്സഷൻ. പെർപ്പച്വൽ മീൻസ് സ്ഥായിയായ സക്സഷൻ, തുടർച്ച എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കമ്പനിക്ക് സ്ഥായിയായ നിലനിൽപ്പുണ്ട്, തുടർച്ചയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. എ കമ്പനി ഹാസ് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ലൈഫ് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. കമ്പനി എന്ന് പറയുന്നത് അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ലൈഫിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് മെമ്പേഴ്സ് വേറെയാണ്, കമ്പനി വേറെയാണ്. മെമ്പേഴ്സിൻ്റെ ഡെത്തോ അവരുടെ ഇൻസോൾവൻസി, അവരുടെ പിരിഞ്ഞുപോക്കോ ഒന്നും കമ്പനിയുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല. കമ്പനി കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് പറയുന്നത്. ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇസ് നോട്ട് അഫക്റ്റഡ് ഇൻ എനി വേ ബൈ ദ ഡെത്ത്, ഇൻസോൾവൻസി ഓഫ് എനി ഷെയർ ഹോൾഡർ. Perpetual succession lends stability and long life to a company as compared to other forms of business organization. മറ്റു തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനുകൾ നമുക്ക് പലതായിട്ട് അറിയാം. അവയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ലോങ് ലൈഫും ഒക്കെ ഈ പെർപ്പച്വൽ സക്സഷൻ എന്നുള്ള ഫീച്ചർ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ദ ലയബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് എ കമ്പനി ഈസ് ജനറലി ലിമിറ്റഡ്. സാധാരണഗതിയിൽ ലിമിറ്റഡ് ആണ്. ഇൻ ദ കേസ് ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനിയുടെ ലയബിലിറ്റി ഷെയർസ് വെച്ചിട്ട് ലിമിറ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ, അവയാണ് നമ്മൾ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയാം. അവയിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ദ നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. ഓരോ മെമ്പേഴ്സും ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ എത്രയുണ്ടോ അത്രയും വരേക്കുള്ള ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു ഷെയർ ഹോൾഡറുടെ അടുത്ത് 1,00,000 രൂപയുടെ ഷെയർ ഉണ്ടെങ്കിൽ ആ 1,00,000 രൂപയ്ക്ക് വരെ മാത്രമേ അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അതിലപ്പുറമുള്ള ഒരു ലയബിലിറ്റിക്കും കമ്പനിയുടെ ലയബിലിറ്റിക്കും അയാൾ ബാധ്യസ്ഥനല്ല. Then a shareholder can never be asked to pay anything more than the unpaid value of the share money. ആ ഷെയറിന്മേൽ എത്രയാണോ ഇനി മെമ്പർ പേ ചെയ്യാനുള്ളത് ആ പേ ചെയ്ത് തീർക്കാനുള്ള അത്രയും എമൗണ്ട് വരേക്ക് മാത്രമേ കമ്പനിക്ക് ഷെയർ ഹോൾഡറോട് ആവശ്യപ്പെടാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ 1 രൂപ പോലും കമ്പനിക്ക് ഷെയർ ഹോൾഡറുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല. ദെൻ ഇൻ ദ കേസ് ഓഫ് ഗ്യാരണ്ടീഡ് കമ്പനി. ഗ്യാരണ്ടീഡ് കമ്പനി എന്ന് പറഞ്ഞാൽ മറ്റൊരു കമ്പനിയുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് കമ്പനിയുടെ വിവിധ ഫോംസ് പറയുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഗ്യാരണ്ടീഡ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത്, പിരിച്ചുവിടുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണോ അവർ നേരത്തെ പേ ചെയ്യാമെന്ന് ഗ്യാരണ്ടി ചെയ്തിരിക്കുന്നത് ആ എമൗണ്ട് വരെ മാത്രം കൊടുത്താൽ മതിയാവും. ഇപ്പോൾ 50,000 റുപ്പീസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത്ര വരെ എമൗണ്ട് മാത്രമേ കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അവിടെ ഷെയർ ഇല്ല എന്ന് മാത്രം, അവിടെ എഗ്രീഡ് എമൗണ്ട് ആണ് ഉള്ളത്. ഇൻ ദ കേസ് ഓഫ് ഗ്യാരണ്ടീഡ് കമ്പനി, ദ മെമ്പർ ആർ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് എ സ്പെസിഫൈഡ് എഗ്രീഡ് സം ടു ദ കമ്പനി ഇൻ ദ ഇവൻറ്റ് ഓഫ് ദ കമ്പനി ബീയിങ് wound up. It is to be noted that the Act doesn't prevent the companies from making the liability of its members unlimited. ഷെയർ ഹോൾഡേഴ്സിൻ്റെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കി വെക്കുന്നതിനൊന്നും ആര് പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. ഈ ആക്ട് കമ്പനികളെ തടയുന്നൊന്നുമില്ല. പക്ഷേ അത്തരം കമ്പനീസ് വളരെ റയർ ആണെന്ന് മാത്രം. ബട്ട് സച്ച് കമ്പനീസ് ആർ വെരി റയർ. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് കൈമാറ്റം ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത്. The capital of a company is divided into shares which may be for a certain amount, say rupees 10, 100, etc. And in a public company, these shares are freely transferable. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഷെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് 10 രൂപയുടെ 100 രൂപയുടെ ഒക്കെ അങ്ങനെ ചെറിയ ചെറിയ എമൗണ്ടുകളാക്കിയിട്ട് മൊത്തം ഷെയറുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. മൊത്തം ക്യാപിറ്റലിന് ഷെയറുകളാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഷെയറുകളെ പബ്ലിക് കമ്പനിയുടെ ആണെങ്കിൽ അത് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അത് സെക്കൻഡറി മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാം. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വാങ്ങുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഷെയർ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആൻഡ് ഇറ്റ് കനോട്ട് ബി ടേക്കൺ അവേ ബൈ എ പ്രൊവിഷൻ ഇൻ ദി ആർട്ടിക്കിൾ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. അത് നമുക്കൊരിക്കലും എടുത്തു മാറ്റാൻ പറ്റില്ല. ആർട്ടിക്കിൾസിലൊരു പ്രൊവിഷൻ വെച്ചിട്ട് നമുക്കത് എടുത്തു മാറ്റാൻ പറ്റില്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ആണ്. Section 44 states this principle by providing that the shares or other interest of any member in a company shall be movable property transferable in the manner provided by the articles of the company. 44-നകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ
by providing section 44 state this principle by providing that the shares or other interest of any member in a company, ഒരു കമ്പനിയിലെ മെമ്പറിൻ്റെ ഷെയറോ അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും ഇൻട്രസ്റ്റോ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ട്രാൻസ്ഫറബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മെമ്പറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഓപ്പൺ മാർക്കറ്റിൽ പോയിട്ട്, അതായത് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് സെല് ചെയ്യാവുന്നതാണ്. അയാൾക്ക് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗെറ്റ് ബാക്ക് ചെയ്യാവുന്നതാണ്, തിരിച്ചെടുക്കാവുന്നതാണ്. അല്ലാതെ കമ്പനിയിൽ പോയിട്ട് അയാളുടെ പണം വിത്ഡ്രോ ചെയ്യുക, അപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് വിത്ഡ്രോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഷെയർ മാർക്കറ്റിൽ പോയി സെല് ചെയ്തിട്ട് അയാൾക്ക് അയാളുടെ പണം തിരിച്ചെടുക്കാവുന്നതാണ്. Thus, a member can sell his share in the open market and to get back his investment without having to withdraw the money from the company. ഇത് ഇൻവെസ്റ്റർക്ക് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? എപ്പോഴാണോ നമുക്കൊരു സംഭവത്തെ ക്യാഷാക്കി മാറ്റേണ്ടത് ആ ഒരു സമയത്ത് തന്നെ അത് ക്യാഷാക്കി മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ, പെട്ടെന്ന് മണിയാക്കി മാറ്റാൻ പറ്റുന്നെങ്കിൽ അതിന് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ കുറഞ്ഞ ലിക്വിഡിറ്റി ഉള്ളൂ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണോ ക്യാഷ് ആക്കേണ്ടത് അന്നേരത്തെ തന്നെ അത് സെല് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റർക്ക്. അതോടൊപ്പം കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റെബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഷെയർ മാർക്കറ്റിൽ സെല് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഒരാളത് ചിലപ്പോൾ വാങ്ങിച്ചു എന്ന് വരാം. അങ്ങനെ കമ്പനിക്ക് അതൊരു സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. However, the article may prescribe certain restriction as regard the mode of transfer, registration of transfer, etc. നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതും പിന്നെ ട്രാൻസ്ഫർ ചെയ്ത ഷെയറിൻ്റെ രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചുള്ള ചില കണ്ടീഷൻസ്, റെസ്ട്രിക്ഷൻസ് ഒക്കെ ആർട്ടിക്കിൾസിനകത്ത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഈ മെമ്പേഴ്സിന് ഇങ്ങനെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ള ഒരു റൈറ്റ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പറഞ്ഞത് നമ്മൾ ശരിക്കും പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ്. പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഫ്രീലി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് ആർട്ടിക്കിൾസിൽ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് കമ്പനി എന്താ, പബ്ലിക് കമ്പനി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അന്നേരത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ദെൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ, ഒരു കൃത്രിമ വ്യക്തിത്വമാണ് കമ്പനി എന്ന് പറയുന്നത്. എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ എ പ്രോസസ് അതർ ദാൻ നാച്ചുറൽ ബർത്ത്. നാച്ചുറൽ ബർത്ത് അല്ലാത്ത ഒരു പ്രോസസ്സിലൂടെ, അതായത് നിയമത്തിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സൺ ആണ്, ഒരു കൃത്രിമ വ്യക്തിയാണ് കമ്പനി എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് പോസസ് ദ ഫിസിക്കൽ ആട്രിബ്യൂട്ട് ഓഫ് എ നാച്ചുറൽ പേഴ്സൺ. ഒരു നാച്ചുറൽ പേഴ്സൻ്റെ എല്ലാ ഫിസിക്കൽ ആട്രിബ്യൂട്ട്സും, ഭൗതിക ഗുണങ്ങളെല്ലാം തന്നെ ഒരു കമ്പനിക്കുണ്ട്. അതേസമയം തന്നെ ഇറ്റ് ഈസ് ക്ലോത്ത്ഡ് വിത്ത് മെനി ഓഫ് ദ റൈറ്റ്സ് ഓഫ് എ നാച്ചുറൽ പേഴ്സൺ. ഒരു നാച്ചുറൽ പേഴ്സണുള്ള എല്ലാവിധ അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ള എല്ലാ അവകാശങ്ങളും ആർക്കുണ്ട്, ഒരു കമ്പനിക്ക് ഉണ്ട്. ഇറ്റ് ഈസ് ഇൻവിസിബിൾ, നമുക്ക് കാണാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ, തൊടാൻ പറ്റില്ല. ഇമ്മോർട്ടലാണ്, അനശ്വരമാണ്, നശിച്ചു പോകുന്നില്ല. ദെൻ ആൻഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ഐസ് ഓഫ് ലോ, നിയമത്തിൻ്റെ കണ്ണിൽ മാത്രമാണ് അത് നിലനിൽക്കുന്നത്. ഇറ്റ് ഹാസ് നോ ബോഡി ആൻഡ് നോ സോൾ, ബോഡി ഇല്ല, അതുപോലെ ആത്മാവും ഇല്ല. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉണ്ട് ഒരു നാച്ചുറൽ പേഴ്സണെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ബിക്കോസ് ഓഫ് ദീസ് ഫിസിക്കൽ ഡിസബിലിറ്റീസ് എ കമ്പനി ഈസ് കോൾഡ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇത്തരം ഡിസബിലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ നാച്ചുറൽ പേഴ്സൺ എന്ന് പറയേണ്ട ആർട്ടിഫിഷ്യൽ പേഴ്സൺ, കൃത്രിമ വ്യക്തി എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ ഫിക്റ്റീഷ്യസ് എൻറ്റിറ്റി ബിക്കോസ് ഇറ്റ് റിയലി എക്സിസ്റ്റ്. അത് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്, നിയമപ്രകാരം അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, തൊടാനും കാണാനൊന്നും പറ്റുന്നില്ല എങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ അതിനൊരു ഫിക്റ്റീഷ്യസ് എൻറ്റിറ്റി ആയിട്ടൊന്നും ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കോമൺ സീൽ, കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ കഴിയില്ല. അതിന് ബോഡി ഇല്ല, സോൾ ഇല്ല, അത് ഇൻവിസിബിൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ ഇറ്റ് കനോട്ട് ആക്ട് ഓൺ ഇറ്റ്സ് ഓൺ. പിന്നെ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുക? ഇറ്റ് ആക്ട്സ് ത്രൂ നാച്ചുറൽ പേഴ്സൺസ് ഹു ആർ നോൺ ആസ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് എന്ന് വിളിക്കുന്ന നാച്ചുറൽ പേഴ്സൺസിലൂടെയാണ് അത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് എൻ്റർ ചെയ്യുന്ന എല്ലാ കോൺട്രാക്റ്റിനകത്തും എന്ത് പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം? കമ്പനിയുടെ കോമൺ സീൽ പതിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. The common seal with the name of the company engraved on it is used as a substitute for its signature. ഒരു നാച്ചുറൽ പേഴ്സൺ ആണ് ഒരു കോൺട്രാക്റ്റിനകത്ത് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അയാൾ എന്ത് ചെയ്യും? സൈൻ ചെയ്യും. കമ്പനിനെ സംബന്ധിച്ചിടത്തോളം സൈൻ ചെയ്യാൻ പറ്റില്ല. സോ സിഗ്നേച്ചറിന് പകരം കമ്പനിയുടെ പേര് പതിപ്പിച്ചിട്ടുള്ള ആ ഒരു കോമൺ സീലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കോമൺ സീല് നമ്മൾ എവിടേക്കാണ് ഫിക്സ് ചെയ്യും? ഷെയർ സർട്ടിഫിക്കറ്റ്, ഷെയർ വാറണ്ട് പോലത്തെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സിൽ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ട്സിൽ എല്ലാം കോമൺ സീല് സിഗ്നേച്ചറിന് പകരം അഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ കമ്പനിയുടെ സീല് പതിപ്പിക്കാത്തതായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ്, ഡയറക്ടേഴ്സ് വിറ്റ്നസ് ആയിട്ടില്ലെങ്കിൽ പോലും, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ഡോക്യുമെൻ്റ് ആയിട്ട്, അത് കമ്പനി അതിന് ഉത്തരവാദിയായിരിക്കില്ല, അത് കമ്പനിയുടെ ഡോക്യുമെൻ്റ് ആയിട്ട് കരുതില്ല. നോ ഡോക്യുമെൻ്റ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ഷാൾ ബി ബൈൻഡിങ് ഓൺ ഇറ്റ് അൺലസ് ഇറ്റ് ബിയേഴ്സ് ദ കോമൺ സീൽ ഇല്ല എങ്കിൽ, വിച്ച് ഇസ് ഡ്യൂലി വിറ്റ്നസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഡയറക്ടേഴ്സ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ബട്ട് ദ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015, നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ആണ്, അത് 2015 2017 അമെൻഡ് ചെയ്തു എന്ന് ഞാൻ ഭേദഗതി വരുത്തി എന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അമെൻമെൻറ്റ് പ്രകാരം ഇതിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ബട്ട് ദ കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2015 മെയ്ഡ് ദ യൂസ് ഓഫ് കോമൺ സീൽ ഓപ്ഷണൽ. കോമൺ സീൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓപ്ഷണൽ ആക്കി മാറ്റിയിട്ടുണ്ട്, നിർബന്ധം അല്ലാതാക്കിയിട്ടുണ്ട്. ഓൾ സച്ച് ഡോക്യുമെൻറ്റ് വിച്ച് റിക്വയർഡ് ഫിക്സിംഗ് ദ കോമൺ സീൽ മേ നൗ ഇൻസ്റ്റഡ് ബി സൈൻഡ് ബൈ 2 ഡയറക്ടേഴ്സ്. നമ്മളിങ്ങനെ കോമൺ സീൽ പതിപ്പിക്കണം നിർബന്ധം പറഞ്ഞിരുന്ന എല്ലാ ഡോക്യുമെൻറ്റുകളും ഇപ്പം എന്ത് ചെയ്താൽ മതി, 2 ഡയറക്ടേഴ്സ് സൈൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ഡയറക്ടറും ഒരു കമ്പനി സെക്രട്ടറിയും കൂടെ സൈൻ ചെയ്താലും മതിയാവും എന്നാണ് പറയുന്നത്. കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനും ഉള്ള കപ്പാസിറ്റി കമ്പനിക്കുണ്ടെന്നാണ് പറയുന്നത്. എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഹാസ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ്. കമ്പനി കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കേസ് കൊടുക്കാനും കേസ് കൊടുക്കപ്പെടാനുള്ള കപ്പാസിറ്റി കമ്പനിക്കുണ്ടെന്നാണ് പറയുന്നത്. എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഹാസ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. കമ്പനി ലീഗൽ പേഴ്സൺ ആണ്, അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നൊക്കെ മാറി വേറിട്ടൊരു വ്യക്തിത്വം, ഒരു സ്വന്തമായ നിലനിൽപ്പ് കമ്പനിക്കുണ്ട്. ആ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ എ കമ്പനി ക്യാൻ ഫയൽ സ്യൂട്ട്സ് അഗെയിൻസ്റ്റ് അതേഴ്സ് ഇൻ ഇറ്റ്സ് ഓൺ നെയിം. സ്വന്തം പേരിൽ കമ്പനിക്ക് മറ്റുള്ളവർക്കെതിരെ കേസ് കൊടുക്കാൻ സാധിക്കും. ആൻഡ് അതേഴ്സ് ക്യാൻ ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ് എ കമ്പനി. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് കമ്പനിക്കെതിരെ വേണമെങ്കിലും കേസ് കൊടുക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് എ കമ്പനി ക്യാൻ സ്യൂ ആൻഡ് ബി സ്യൂഡ് ഇൻ ഇറ്റ്സ് കോർപ്പറേറ്റ് നെയിം. ദ ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി സോ ദാറ്റ് ഇറ്റ് ക്യാൻ ക്യാരി ഓൺ ഇറ്റ്സ് ആക്ടിവിറ്റീസ്. കമ്പനിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്യാരി ഓൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പനിക്കകത്ത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുക. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഹ്യൂജ് എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ വഴി ഷെയർ ഹോൾഡേഴ്സിൽ നിന്നും പ്രൈസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജേ ഇല്ലാതെ നല്ല രീതിയിൽ ബിസിനസ് നടത്താനും സാധിക്കും. ഇൻ എ കമ്പനി ലാർജ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദർ. ഇറ്റ് ക്യാൻ റൈസ് ഹ്യൂജ് എമൗണ്ട് ബൈ വേ ഓഫ് ഷെയർസ് ഫ്രം എമംഗ് ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്യാൻ ക്യാരി ഇറ്റ്സ് ബിസിനസ് ആക്ടിവിറ്റീസ് ഇൻ എ ബെറ്റർ മാനർ വിതൗട്ട് എനി ഷോർട്ടേജ് ഓഫ് ഫണ്ട്. ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജും ഇല്ലാതെ നന്നായിട്ട് ബിസിനസ് നടത്താൻ സാധിക്കും എന്നാണ് പറയുന്നത്. ദെൻ വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് റെപ്രസെൻറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റേജ് ഇൻ എ കമ്പനി. ഒരു കമ്പനിയുടെ ലൈഫിൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രൊസീഡിങ് ബൈ വിച്ച് എ കമ്പനി ഡിസോൾവ്ഡ്. ഒരു കമ്പനി പിരിച്ചുവിടുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ദ കമ്പനീസ് അസറ്റ്സ് ആർ ഡിസ്പോസ്ഡ് ഓഫ്. അന്നേരത്തെ എന്താ ചെയ്യുക, കമ്പനിയുടെ അസറ്റ്സ് എല്ലാം ഡിസ്പോസ് ചെയ്യും, വിറ്റൊഴിവാക്കും. ദ ഡെബ്റ്റ്സ് പെയ്ഡ് ഓഫ് ഔട്ട് ഓഫ് ദി റിയലൈസ്ഡ് അസറ്റ്. ഇങ്ങനെ വിറ്റൊഴിവാക്കുന്നതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വെച്ചിട്ട് കൊടുത്തു വീട്ടാനുള്ള എമൗണ്ടുകൾ, ഡെറ്റ്സ് എല്ലാം തന്നെ കൊടുത്തു വീട്ടും. അത് സർപ്ലസ് എനി ഈസ് ദെൻ ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദി മെമ്പേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ ഹോൾഡിങ്സ് ഇൻ ദ കമ്പനി. ഇനി എന്നിട്ടും വല്ലതും ബാക്കിയുണ്ടെങ്കിൽ ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിലും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. എത്രയാണോ അവർക്ക് കമ്പനിയിൽ ഹോൾഡിങ്സ് ഉള്ളത്, എത്രയാണോ അവരുടെ പങ്കിൻ്റെ പ്രപ്പോർഷൻ, ആ ഒരു പ്രപ്പോർഷൻ ആനുപാതികമായിട്ട് ഈ എക്സസ് ഉള്ള എമൗണ്ട് മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കമ്പനിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഫീച്ചേഴ്സ്, നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയാവുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. വിവിധ തരത്തിലുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇതും പല പ്രാവശ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇഷ്ടംപോലെ നമുക്ക് എഴുതാനും ഉണ്ട്. ചെറിയൊരു ടോപ്പിക്കല്ല, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒരു എസ് രൂപത്തിൽ എഴുതാൻ മാത്രം കണ്ടൻ്റ് ഉള്ള ഒന്ന് തന്നെയാണിത്. ഏതൊക്കെയാണെന്ന് നോക്കാം. പല രീതിയിൽ നമുക്ക് കമ്പനികളെ ക്ലാസിഫൈ ചെയ്യാം, പല രൂപത്തിൽ നമുക്ക് കമ്പനിയെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആ കമ്പനി രൂപീകരിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് ലാബിലിറ്റിയുടെ എക്സ്റ്റെൻറ്റ് എന്തുമാത്രം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ കൊടുക്കാം.
ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്, ആർക്കാണ് ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് ഇരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ, കൺട്രോൾ എവിടെയാണ്, ആരുടെ അടുത്താണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി, ഏത് വിദേശ കമ്പനിയാണോ ഫോറിൻ കമ്പനിയാണോ എന്നുള്ള രീതിയിൽ നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഇതിലൊന്നും പെടാത്ത അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാ ഫീച്ചറിനകത്ത് വരുന്ന മറ്റ് ഏതാനും കമ്പനീസ്, അതർ ഫോംസ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് വേറെ കമ്പനീസിനെയും കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നമുക്ക് ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഏതാണെന്ന് നോക്കാം. ഇൻകോർപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, ദെൻ രജിസ്റ്റേർഡ് കമ്പനി. ദെൻ രണ്ടാമത് നമ്മൾ പറഞ്ഞു ഓൺ ദി ബേസ് ഓഫ് ലാബിലിറ്റി എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിന് കമ്പനികളെ 3ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനി. ദെൻ ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ്, മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷനോ പ്രൈവറ്റ് കമ്പനി എന്നും, ആ പ്രൈവറ്റ് കമ്പനി തന്നെ ഏതും കൂടെ വരുന്നുണ്ട്, 1 person കമ്പനിയും കൂടെ വരുന്നുണ്ട്. ദെൻ പബ്ലിക് കമ്പനി. ഇങ്ങനെ 2 നമുക്ക് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഓൺ ദി ബേസ് ഓഫ് ഓണർഷിപ്പ്, ഓണർഷിപ്പ് ആർക്കാണ്, അതിന് ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഗവൺമെൻറ് കമ്പനീസും ഉണ്ട്, നോൺ ഗവൺമെൻറ് കമ്പനീസും ഉണ്ട്. ദെൻ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹോൾഡിംഗ് കമ്പനിയുണ്ട്, സബ്സിഡിയറി കമ്പനിയുണ്ട്. ദെൻ ഓൺ ദി ബേസ് ഓഫ് നാഷണാലിറ്റി, നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. നാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് എന്ന് പറയും. ദെൻ ഫോറിൻ കമ്പനീസ്. ദെൻ അതർ ഫോംസ് ഓഫ് കമ്പനീസ്. ഇതിനകത്ത് വരുന്നത് സ്മോൾ കമ്പനീസ്, ഡിഫങ്ക്ട് കമ്പനീസ്, ഡോർമെൻറ്റ് കമ്പനീസ്, ലിസ്റ്റഡ് കമ്പനീസ്, അസോസിയേറ്റ് കമ്പനീസ്, പ്രൊഡ്യൂസർ കമ്പനീസ്, നിധീസ് ആൻഡ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. നേരത്തെ പറഞ്ഞ പല ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരാത്ത ഐറ്റംസിനെ ഒന്നിച്ച് ഇതിൻ്റെ അണ്ടറിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസിഫിക്കേഷനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഓൺ ദി ബേസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആയിരുന്നു. അതിൻ്റെ അണ്ടറിൽ വരുന്ന 3 ഉണ്ട്. അതിലൊന്ന് ചാർട്ടേഡ് കമ്പനീസ്. ദിസ് ഫോം ഓഫ് ദ കമ്പനി കുഡ് ബി ഫോംഡ് ബൈ ദ ക്രൗൺ, രാജാക്കന്മാരാൽ ഫോം ചെയ്യപ്പെടുന്ന കമ്പനീസ്, രാജാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യപ്പെട്ടിരുന്ന കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനീസ്. ക്രൗൺ ഹാസ് ഓൾവേസ് ഹാഡ് ദ പവർ ടു ഗ്രാൻഡ് ചാർട്ടർ ഓഫ് ഇൻകോർപ്പറേഷൻ, ഒരു കമ്പനി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചാർട്ടർ, ഉത്തരവുകൾ ഇറക്കാനുള്ള പവർ എല്ലായ്പ്പോഴും ക്രൗണിനുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് അത്തരത്തിലൊരു ചാർട്ടറിലൂടെ ഫോം ചെയ്യപ്പെട്ട കമ്പനീസാണ് ചാർട്ടേഡ് കമ്പനീസ്. അപ്പോൾ ചാർട്ടേഡ് കമ്പനി റെഗുലേറ്റ് ചെയ്യുന്നത് ഏത് ചാർട്ടർ വെച്ചിട്ടാണോ ആ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തത് ആ ചാർട്ടർ ഉപയോഗിച്ചിട്ടാണ്, അല്ലാതെ കമ്പനീസ് ആക്ട് അതിന് അപ്ലിക്കബിൾ അല്ല. A chartered company is regulated by the charter incorporating it and the Companies Act doesn't apply to it. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ചാർട്ടേഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയവയാണ്. ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇത്തരം കമ്പനീസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരം കമ്പനീസ് നിലവിലില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ നമുക്കറിയാം ഇൻഡിപെൻഡൻസിന് മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. സച്ച് ടൈപ്പ് ഓഫ് കമ്പനീസ് വെയർ ഇൻ എക്സിസ്റ്റൻസ് ഇൻ ഇന്ത്യ before independence and at present such companies don't exist in India. Then statutory companies. പാർലമെൻറ്റ് പാസ്സാക്കുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, സംസ്ഥാന നിയമസഭകൾ പാസ്സാക്കുന്ന ആക്ടിൻ്റെ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ, നിയമങ്ങളുടെ, സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ടിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യപ്പെടുന്ന കമ്പനീസിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയാം. എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട്, പ്രത്യേക നിയമം, ഓർ ആക്ട് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. ഇത് കാര്യമായിട്ട് പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ്, പൊതുജന ഉപകാരപ്രദമായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം ഇൻകോർപ്പറേഷൻസ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. ദിസ് ഫോം ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു പ്രൊമോട്ട് പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ്. എന്താ പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന എക്സാമ്പിൾസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെയിൽവേ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി കമ്പനീസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, LIC, മറ്റേ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയവയൊക്കെ ഇതിന് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ നിയമം പാസ്സാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫോം ചെയ്യപ്പെട്ട കമ്പനീസാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ദീസ് കമ്പനീസ് ആർ ഫോംഡ് ഇൻ ദ കേസ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. ദേശീയ പ്രാധാന്യമുള്ള സാഹചര്യത്തിലാണ് ഇത്തരം കമ്പനീസ് ഫോം ചെയ്യപ്പെടുന്നത്.
ദിസ് കമ്പനീസ് ഡോണ്ട് ഹാവ് എനി മെമ്മോറാണ്ടം ഓർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒരു കമ്പനിക്ക് വേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഡോക്യുമെൻ്റാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. ഇത് രണ്ടും സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിനില്ല. ആൻഡ് ദേ ഡിറൈവ് ദെയർ പവേഴ്സ്, അത് അവരുടെ പവറും അവരുടെ ഇത്തരത്തിലുള്ള റൂൾസും റെഗുലേഷൻസും എല്ലാ കാര്യങ്ങളും എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രം ദി ആക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദം. ഏത് ആക്ട് വെച്ചിട്ടാണോ, പാർലമെൻറ്റിൽ ഇവിടെ പാസ്സാക്കിയ ആക്ട് പ്രകാരമാണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ആക്ട് വെച്ചിട്ടാണോ അവർ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്, ആ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് അപ്ലിക്കബിൾ ആവുന്നത്. അത് അനുസരിച്ചാണ് അവരുടെ പവറും അവരുടെ ഡ്യൂട്ടീസും ഒക്കെ ഇരിക്കുന്നത്. ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് ആക്ട് 2013 അപ്ലൈ ടു ദം. 2013 കമ്പനീസ് ആക്ട് അവർക്ക് അപ്ലിക്കബിൾ ആണ് ഇഫ് ദേ ആർ നോട്ട് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി സ്പെഷ്യൽ ആക്ട് അണ്ടർ വിച്ച് ദേ ആർ ഫോംഡ്. അവർ ഫോം ചെയ്ത ആ സ്പെഷ്യൽ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻസിന് വിരുദ്ധമല്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ 2013 കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്നു, അതെല്ലാം അവർക്കും ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസിനും അപ്ലിക്കബിൾ ആണ്. ദെൻ രജിസ്റ്റേർഡ് കമ്പനീസ്. These are the companies formed under the Companies Act 2013 or some earlier Companies Act. കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ഡെഫിനിഷനും കാര്യമുണ്ട്. അത് പ്രകാരമുള്ള ആ ഒരു കമ്പനി തന്നെയാണ് എന്ത്? രജിസ്റ്റേർഡ് കമ്പനീസ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരമോ അതിന് മുമ്പുണ്ടായിരുന്ന കമ്പനീസ് ആക്ടുകൾ ഏതാണോ അതനുസരിച്ച് ഫോം ചെയ്തിട്ടുള്ള, അതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനീസിനെയാണ് നമ്മൾ എന്ത് പറയുക? രജിസ്റ്റേർഡ് കമ്പനീസ് എന്ന് പറയാം. Such companies comes into existence only when they are registered under the act. ഈ പറയുന്ന ആക്ട്, കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ഏതെങ്കിലും ഒരു ആക്ടോ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം കമ്പനീസ് നിലവിൽ വരുന്നത്. ആൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഹാസ് ബീൻ ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകുമ്പം രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനും കൂടെ പ്രൊവൈഡ് ചെയ്യും. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസും കൂടെ കിട്ടുമ്പോഴാണ് ബിസിനസ് ശരിക്കും ആരംഭിക്കാൻ സാധിക്കുക. Then so public registration is an essential feature of these type of companies. ഇത്തരം കമ്പനീസിൻ്റെ ഒരു എസെൻഷ്യൽ ഫീച്ചറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്, അത്യാവശ്യം വേണ്ട ഒരു ഫീച്ചറാണ് രജിസ്ട്രേഷൻ, പബ്ലിക് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഈ കമ്പനീസിൻ്റെ പവേഴ്സും മറ്റും ഡിറൈവ് ചെയ്യുന്ന എവിടെ നിന്നാണ്? കമ്പനീസ് ആക്ട് പ്രകാരവും അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ നിന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിരിക്കുന്ന, അത് ഏതിനകത്താണ് പറഞ്ഞിട്ടുണ്ടാവുക? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്താണ് പറഞ്ഞിട്ടുണ്ടാവുക. അതിനകത്തു നിന്നൊക്കെയാണ് ഈ കമ്പനീസിന് വേണ്ട പവേഴ്സും മറ്റും ഡിറൈവ് ചെയ്യുന്നത്. ദ കമ്പനീസ് ഡിറൈവ് ദെയർ പവേഴ്സ് ഫ്രം ദ കമ്പനീസ് ആക്ട് ആൻഡ് ഫ്രം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ and its internal rules and regulations are described in its articles of association. Then രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മൂന്നായിട്ട് കമ്പനികളെ ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്ന് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം to the amount, if any, unpaid on the shares respectively held by them. വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ്, അതായത് മെമ്പേഴ്സ് ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിൻ്റെ വാല്യൂ എത്രയുണ്ടോ അത്ര വരേക്ക് മാത്രം ലയബിലിറ്റി ഉള്ള തരത്തിലുള്ള കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ പറഞ്ഞത് ഒരു മെമ്പർ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയറിന്മേൽ ഇനി കൊടുക്കാൻ ബാക്കി എത്രയുണ്ടോ അത്ര എമൗണ്ടിന് മാത്രമേ ലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അത്തരത്തിലുള്ള കമ്പനികളാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 100 രൂപയുടെ ഒരു ഷെയർ ആദ്യം 75 രൂപയും പേ ചെയ്തിട്ടുണ്ട്, ഇനി ബാക്കി 25 രൂപയെ കൊടുക്കാനുള്ളൂ എങ്കിൽ ആ 25 രൂപേൻ്റെ ലയബിലിറ്റി ആ വ്യക്തിക്കുള്ളൂ എന്നാണ് പറയുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ മീൻസ് എ കമ്പനി ഹാവിംഗ് ദി ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം. മെമ്മോറാണ്ടം പ്രകാരം അതിലെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദി ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. അവർ ഹെൽഡ് ചെയ്തിരിക്കുന്ന ഷെയർസിന്മേൽ എന്തെങ്കിലും അൺപെയ്ഡ് എമൗണ്ട്, അടക്കാൻ ബാക്കിയുള്ള വല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ അത്ര വരേക്ക് മാത്രമായിട്ട് അവരുടെ ലയബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം കമ്പനികളാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് എ ഷെയർ ഹോൾഡർ ഹാസ് ഓൾറെഡി പെയ്ഡ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹിസ് ഷെയർ ഹി ഷാൽ ഹാവ് നോ ഫർദർ ലയബിലിറ്റി അറ്റ് ഓൾ. ഇനി അതുകൊണ്ട് എന്താ മേൽപ്പറഞ്ഞതിൽ നിന്ന് എന്താ അർത്ഥമാക്കുന്നത്? മുഴുവൻ എമൗണ്ടും പേ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് ഇനി ലയബിലിറ്റിയേ ഇല്ല. ഞാൻ പറഞ്ഞു 100 രൂപേൻ്റെ ഷെയർ കയ്യിലുണ്ട്, 100 രൂപ അടച്ചിട്ടുണ്ടെങ്കിൽ ഇനി അയാൾക്ക് എന്തില്ല? ലയബിലിറ്റിയേ ഇല്ല. ഇഫ് എനി എമൗണ്ട് ഈസ് റിമൈൻഡ് അൺപെയ്ഡ് ഓൺ ഷെയർസ് ഇറ്റ് ക്യാൻ ബി കാൾഡ് അപ്പ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ കമ്പനി ഓർ അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്.
പേ ചെയ്യാൻ ബാക്കി വല്ലതും ഉണ്ട് ഷെയറിന്മേലെങ്കിൽ അത് കമ്പനിയുടെ ലൈഫ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം, അല്ലെങ്കിൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത്, ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് വിളിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു 100 രൂപയിൽ 25 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് വിളിക്കാവുന്നതാണ്. Hence, in the case of these companies, a shareholder cannot be called upon to pay more than the amount remaining unpaid on his shares, and his personal asset cannot be called upon for the payment of the liabilities of the company if he has paid the amount on the shares purchased by him. അതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ഷെയറിന്മേൽ കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള എമൗണ്ട് എത്രയാണോ അതിൽ കൂടുതലായിട്ടുള്ള ഒരു എമൗണ്ട് അവരുടെ നിന്ന് ആവശ്യപ്പെടാൻ പാടില്ല. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ലാബിലിറ്റീസ് വല്ലതും പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കമ്പനിയുടെ അവരുടെ പേഴ്സണൽ അസറ്റ് ഉപയോഗിക്കാനോ ആവശ്യപ്പെടാനോ പാടില്ല. ഇഫ് ഹി ഹാസ് പെയ്ഡ് ദ എമൗണ്ട് ഓൺ ദി ഷെയർസ് പർച്ചേസ്ഡ് ബൈ ഹിം, അയാൾ ഷെയർ കൊടുക്കുന്ന എമൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രണ്ട് കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. Then company is limited by guarantee. A company limited by guarantee is a company having the liability of its members limited by the memorandum to such amount as the members may respectively undertake by the memorandum to contribute to the asset of the company in the event of its being. കമ്പനി വൗണ്ടപ്പ് ചെയ്യുന്ന സമയത്ത്, ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് കമ്പനിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ, കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സായിട്ട് ഇരിക്കുന്നവർ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്രയും എമൗണ്ട് വരേക്ക് മാത്രം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലാബിലിറ്റി മെമ്മോറാണ്ടം പ്രകാരം ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളാണ് എന്ത്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ഈസ് എ കമ്പനിയാണ് ഹാവിങ് ദ ലാബിലിറ്റി ഓഫ് ഹിസ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദി മെമ്മോറാണ്ടം പ്രകാരം അതിലെ മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഏതുവരേക്ക്? to such amount as the members may respectively undertake by the memorandum to contribute to the asset of the company in the event of its being wound up. അത് wound up ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്ന് മെമ്പേഴ്സ് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് എത്രയാണോ അത്ര വരേക്ക് അതിൻ്റെ ലാബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ടുണ്ടാവും. സച്ച് എമൗണ്ട് ഈസ് ഓൺലി റിക്വയർഡ്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ബീയിങ് വൗണ്ട് അപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നോക്കാം. സച്ച് എമൗണ്ട് ഈസ് ഓൺലി റിക്വയർഡ് വെൻ ദ കമ്പനി ഈസ് വൗണ്ട് അപ്പ്. കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുമ്പോൾ മാത്രമേ അത് കൊടുക്കേണ്ടതുള്ളൂ. സച്ച് കമ്പനീസ് മേ ഓർ മേ നോട്ട് ഹാവ് ഷെയർ ക്യാപിറ്റൽ. അത്തരം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. ബട്ട് ദേ ആർ ഫോംഡ് ജനറലി വിതൗട്ട് ഷെയർ ക്യാപിറ്റൽ ഫോർ നോൺ ട്രേഡിംഗ് പർപ്പസ്. അപ്പോൾ നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവാം, ഇല്ലാതിരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഉണ്ടാവാറ്? ഷെയർ ക്യാപിറ്റൽ ഇല്ലാതെ നോൺ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഫോം ചെയ്യപ്പെടുന്ന കമ്പനീസാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടീസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? സച്ച് ആസ് ഫോർ ദി പ്രൊമോഷൻ ഓഫ് ആർട്ട്, സയൻസ്, കൊമേഴ്സ്, കൾച്ചർ, ചാരിറ്റി, സ്പോർട്സ്, ഇങ്ങനെയുള്ളതൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടൊരു അസോസിയേഷൻ രൂപത്തിൽ ഫോം ചെയ്യപ്പെട്ട കമ്പനീസാണ് ഈ പറയുന്ന കമ്പനി. അങ്ങനെയുള്ള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആയിരിക്കും. ദ ചാമ്പർ ഓഫ് കൊമേഴ്സ്, ട്രേഡ് അസോസിയേഷന്, സ്പോർട്സ് ക്ലബ്ബുകൾ ആർ യൂഷ്വലി ഗ്യാരണ്ടീഡ് കമ്പനീസ്. അവയെല്ലാം സാധാരണഗതിയിൽ ഗ്യാരണ്ടീഡ് കമ്പനീസ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഓൺ ദി ബേസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഇതിൽ രണ്ടെണ്ണമാണ് വരുന്നത്, പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും. അതിൽ പ്രൈവറ്റ് കമ്പനി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എ കമ്പനി വിച്ച് ഈസ് ഫോംഡ് വിത്ത് എ മിനിമം നമ്പർ ഓഫ് 2 പേഴ്സൺ ഈസ് നോൺ ആസ് പ്രൈവറ്റ് കമ്പനി. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 വ്യക്തികളെ വെച്ച് ഫോം ചെയ്യുന്ന കമ്പനിയാണ് ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. അത് ഫാമിലി സെറ്റപ്പിലുള്ള ബിസിനസ്സുകൾ ക്യാരിയും ചെയ്യാൻ സൂട്ടബിൾ ആയിട്ടുള്ള കമ്പനിയാണ്. ദിസ് ഫോം ഓഫ് കമ്പനി ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ക്യാരിയിങ് ബിസിനസ് ഇൻ എ ഫാമിലി സെറ്റപ്പ്. കമ്പനീസ് ആക്ട് 2013 ഇതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ ഒന്ന് പറയാം, അതിനുശേഷം അതിൻ്റെ ബേസിസിൽ ചുരുക്ക രൂപത്തിൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് കൃത്യമായിട്ട് പറയാം. സെക്ഷൻ 2 സബ്സെക്ഷൻ 68-നകത്താണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Private company means a company having a minimum paid up share capital as may be prescribed and which by its articles. പ്രിസ്ക്രൈബ് ചെയ്ത പ്രകാരമുള്ള മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലോട് കൂടിയ ഒരു കമ്പനി, പിന്നെ കൂടാതെ അതിൻ്റെ ആർട്ടിക്കിൾസ് പ്രകാരം താഴെ പറയുന്ന കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയ കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്ട്രിക്റ്റ് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇസ് ഷെയർസ്. അതിൻ്റെ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ടാവും? റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് 1 പേഴ്സൺ കമ്പനി. 1 പേഴ്സൺ കമ്പനി പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി കൂടെ വരുന്നുണ്ട്. അതൊക്കെ പുതുതായിട്ട് വന്ന കമ്പനീസാണ്, മോഡലുകളാണ്.
അതൊഴികെ ബാക്കിയുള്ളതിൻ്റെ കേസസിൽ മാക്സിമം എത്ര മെമ്പർ ആവാം? 200 ആവാം. ലിമിറ്റ് ദ നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ എണ്ണം 200 ലിമിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 അതിനകത്ത് ആരൊക്കെ വരില്ല? ഈ മെമ്പേഴ്സ് എന്നതിനകത്ത് ഉൾപ്പെടുത്തപ്പെടാത്ത ആൾക്കാർ ആരാണെന്ന് പറയുന്നുണ്ട്. പേഴ്സൺ ഹു ആർ ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയിൽ എംപ്ലോയി ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺസ് വരില്ല. പേഴ്സൺസ് ഹു ഹാവിങ് ബീൻ ഫോർമലി ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനിയിൽ നേരത്തെ എംപ്ലോയ്മെൻറ്റിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ വേർ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയിലെ മെമ്പേഴ്സും കൂടെ ആയിരുന്നു വയൽ ഇൻ ദാറ്റ് എംപ്ലോയ്മെൻറ്റ്, ആ എംപ്ലോയ്മെൻറ്റിൻ്റെ സമയത്ത് എങ്കിൽ, ആൻഡ് ഹാവ് കണ്ടിന്യൂ ടു ബി മെമ്പർ ആഫ്റ്റർ ദി എംപ്ലോയ്മെൻറ്റ് സീസൺ. ആ എംപ്ലോയ്മെൻറ്റ് അവസാനിപ്പിച്ചതിന് ശേഷവും അവർ മെമ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എങ്കിൽ ഷാൾ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. അവർ മെമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തില്ല. അതുപോലെ തന്നെ എംപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഉൾപ്പെടുത്തില്ല. പിന്നെയോ where 2 or more persons hold 1 or more shares in a company jointly. കമ്പനിയുടെ ഒന്നോ അതിലധികമോ ഷെയർസ് 3-4 ആൾക്കാർ ജോയിൻ്റ്ലി ഒരുമിച്ച് വാങ്ങിച്ച് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നിച്ചൊരു ഗ്രൂപ്പായിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ അവരെയും അത്രയും എണ്ണം മെമ്പേഴ്സായിട്ട് എടുക്കില്ല, ഒറ്റ മെമ്പറായിട്ട് മാത്രമേ കൂട്ടുള്ളൂ. ആ ഒരു ഗ്രൂപ്പിനെ ഒരു മെമ്പറായിട്ട് കണക്കിലെടുക്കുകയുള്ളൂ. ദേ ഷാൾ ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ക്ലോസ് ബി ട്രീറ്റഡ് ആസ് എ സിംഗിൾ മെമ്പർ. ഒറ്റ മെമ്പറായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിവിടെ മെമ്പറായിട്ട് എടുക്കില്ല, ഇവിടെ ഒരാളായിട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ എണ്ണം എടുത്തിട്ട് മാക്സിമം 200 വരെ ആവാമെന്നാണ് പറഞ്ഞത്. പിന്നെ ഒരു റെസ്ട്രിക്ഷനും കൂടെ ഉണ്ട്. പ്രൊഹിബിറ്റ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പാടില്ല. പബ്ലിക്കിന് അത് വാങ്ങാൻ വേണ്ടി ക്ഷണിക്കാൻ പാടില്ല. അതും പ്രൈവറ്റ് കമ്പനിക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ചുരുക്കരൂപത്തിൽ എങ്ങനെ പറയാം? സോ എ പ്രൈവറ്റ് കമ്പനി ക്യാൻ ബി ഫോംഡ് വിത്ത് എ മിനിമം ഓഫ് 2 മെമ്പേഴ്സ്. ചുരുങ്ങിയത് 2 പേര് വെച്ചിട്ട് ഫോം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് പ്രൈവറ്റ് കമ്പനി. ആൻഡ് ഇറ്റ്സ് മാക്സിമം ലിമിറ്റ് ഈസ് ലിമിറ്റഡ് ടു 200. അതിൻ്റെ മാക്സിമം എത്ര മെമ്പേഴ്സായിട്ട് ചുരുക്കിയിട്ടുണ്ട്? 20 മെമ്പേഴ്സായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതായത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് 200. ആൻഡ് നോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. വേറെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഇപ്പോൾ ഇല്ല. നേരത്തെ അത് 1 lakh എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ 2015 അമെൻമെൻറ്റ് വഴി ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. വിൽ നൗ അപ്ലൈ ഫോർ ഇൻകോപ്പറേറ്റിംഗ് എ പ്രൈവറ്റ് കമ്പനി. ഇറ്റ് ഡസ് നോട്ട് ഇൻവൈറ്റ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഹിസ് ഷെയർസ്. അതിൻ്റെ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഷെയർ ട്രാൻസ്ഫർ ഓൾസോ ഈസ് റെസ്ട്രിക്റ്റഡ്. ഷെയറിൻ്റെ ട്രാൻസ്ഫർ, മറ്റൊരാളിലേക്കുള്ള കൈമാറ്റം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. മിനിമം കുറച്ച് പേരിൽ മാത്രമേ കൈമാറ്റം ചെയ്യാവൂ, അല്ലാതെ പുറത്തേക്ക് വിൽക്കാനൊന്നും പറ്റില്ല. ഇറ്റ് മസ്റ്റ് ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി നെയിം. പേരിൻ്റെ അവസാനത്തിൽ എന്ത് കാണിച്ചിരിക്കണം? പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും കൂടെ കാണിച്ചിരിക്കണം കമ്പനി നെയിമിൻ്റെ എൻഡിൽ. ദ ആക്ട് 2013 ഇൻക്രീസ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഈ 2013 ആക്ടിലാണ് ഈ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂട്ടിയത്. നേരത്തെ മിനിമം 2 മാക്സിമം 50 ആയിരുന്നു. അത് 50ൽ നിന്നും ഒരു 200ലേക്ക് മാറ്റിയത് ഈ 2013 ആക്ട് പ്രകാരമാണ്. കൂടാതെ ദ റെസ്ട്രിക്ഷൻ ടു ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഹാസ് ബീൻ എക്സ്റ്റെൻഡ് ടു ഓൾ ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. കൂടാതെ എല്ലാ തരം സെക്യൂരിറ്റീസിൻ്റെ കേസിലാണെങ്കിലും പബ്ലിക്കിൻ്റെ അടുത്ത് നിന്നുള്ള സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തു? റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഫർദർ ദ ആക്ട് ഓഫ് 2013 പ്രൊഹിബിറ്റ്സ് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക്. പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് പ്രകാരം ക്യാപിറ്റൽ റേസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൈവറ്റ് കമ്പനിക്ക് പാടില്ല എന്ന് 2013 പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ പബ്ലിക് കമ്പനി എന്താണ്? പബ്ലിക് കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ സ്വഭാവവിശേഷങ്ങൾ പഠിച്ചു. അതിൽ വരാത്ത ഒരു കമ്പനിയെ നമുക്ക് എന്താ പറയാം? പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം. ആസ് എ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ of 5 lakh rupees or such higher paid up capital omitted by companies. മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് കമ്പനീസ് ആക്ട് 2015 പ്രകാരം അതെല്ലാം ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. Then provided that a company which is a subsidiary of a company not being a private company shall be deemed to be a public company. ഒരു കമ്പനി അത് ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് വരുന്നൊരു കമ്പനി, അതായത് പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയുടെ സബ്സിഡിയറി മീൻസ് അതിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് വരുമ്പോൾ ആ സബ്സിഡിയറി കമ്പനി പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കൂടിയും
അതിനെ ഏതായിട്ടാണ് കരുതുക? പബ്ലിക് കമ്പനി ആയിട്ടാണ് കരുതുക. പ്രൊവൈഡഡ് ദാറ്റ് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡിയറി ഓഫ് എ കമ്പനി നോട്ട് ബീയിങ് എ പ്രൈവറ്റ് കമ്പനി, പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് വരുന്ന ഒരു കമ്പനി ഷാൾ ബി ഡീംഡ് ടു ബി പബ്ലിക് കമ്പനി, അതിനെ പബ്ലിക് കമ്പനിയായിട്ട് കരുതും ഫോർ ദി പർപ്പസ് ഓഫ് ദിസ് ആക്ട്, ഈ ആക്ട് ഒരു പർപ്പസ് പ്രകാരം. ഈവൻ വേർ സച്ച് സബ്സിഡിയറി കമ്പനി കണ്ടിന്യൂ ടു ബി എ പ്രൈവറ്റ് കമ്പനി ഇൻ ആർട്ടിക്കിൾസ്, ആ സബ്സിഡിയറി കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രകാരം അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി വന്നു കഴിഞ്ഞാലും അതിന് പബ്ലിക് കമ്പനി ആയിട്ട് തന്നെ എന്ത് ചെയ്യപ്പെടും? ഈ ആക്ട് പ്രകാരം കരുതപ്പെടും എന്നാണ് പറയുന്നത്. പിന്നെ സോ അതിനെ പബ്ലിക് കമ്പനിയിൽ, നമുക്ക് പബ്ലിക് കമ്പനിയിൽ എന്തൊക്കെയുണ്ട്? ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. പിന്നെ പ്രൈവറ്റ് കമ്പനി അല്ലാത്ത എല്ലാം പബ്ലിക് ആണെന്ന് പറഞ്ഞു. സോ ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ടു ദ നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് എണ്ണത്തിന് പരിധിയില്ല. ആൻഡ് ക്യാൻ ഇൻവൈറ്റ് ദ പബ്ലിക് ടു ദ സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ്, അതിന് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാം. ആൻഡ് ദ ഷെയർസ് ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ, ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ബട്ട് മിനിമം 7% ആർ റിക്വയർഡ് ടു ഫോം എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ പക്ഷേ ചുരുങ്ങിയത് 7 പേരെങ്കിലും വേണമെന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആസ് പെർ കമ്പനീസ് ആക്ട് 2015 പ്രകാരം ദ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് ₹5 lakh ഫോർ ഫോമിംഗ് എ പബ്ലിക് കമ്പനി ഹാസ് ബീൻ ഡൺ അവേ വിത്ത് ആൻഡ് നോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വിൽ നൗ അപ്ലൈ ഫോർ ഇൻകോപ്പറേറ്റിംഗ് പബ്ലിക് കമ്പനീസ് ഇൻ ഇന്ത്യ. 2015 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് പ്രകാരം ഈ 5 lakh മിനിമം വേണം എന്നുള്ളത് എടുത്തൊഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിക്വയർമെൻ്റ് ഇല്ല ഒരു പബ്ലിക് കമ്പനിക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ദെൻ 1 person കമ്പനി OPC. കമ്പനീസ് ആക്ട് കമ്പനികളെ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 person കമ്പനിയെന്നും പ്രൈവറ്റ് കമ്പനിയെന്നും പബ്ലിക് കമ്പനിയെന്നും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. A 1 person company is a kind of private company having only one member. ഒരൊറ്റ മെമ്പർ മാത്രമുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, ഒരു തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനിയാണ് എന്ത് 1 person കമ്പനി എന്ന് പറയുന്നത്. അതുകൊണ്ട് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചപ്പം അതിൽ പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്നും പറഞ്ഞിട്ട് 2 ഗ്രൂപ്പായിട്ടാണ് കാണിച്ചിരുന്നത്. അതിൻ്റെ അണ്ടറിൽ പ്രൈവറ്റ് കമ്പനിയുടെ അണ്ടറിലായിട്ടാണ് 1 person കമ്പനിയെ ഇനി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ രീതിയിലും എഴുതാം. മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാകുമ്പോൾ 3 സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. 1 person കമ്പനി എന്നും പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്നും. അപ്പം ഒരു മെമ്പർ മാത്രമുള്ള ഒരു തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനി തന്നെയാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. ഇത് കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ 62 വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. 1 person കമ്പനി മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 person ആസ് എ മെമ്പർ. മെമ്പറായിട്ട് ഒരു വ്യക്തി മാത്രമുള്ള ഒരു കമ്പനിയെയാണ് നമ്മൾ എന്ത് പറയുക? 1 person കമ്പനി എന്ന് പറയുക. അതൊരു പ്രൈവറ്റ് കമ്പനി ആയിരിക്കും. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് വേറെയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതും തൊട്ട് മുമ്പ് പറഞ്ഞ പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവ തമ്മിലുള്ള ഡിഫറൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പറയുമ്പോഴത്തേന് വീഡിയോ വല്ലാണ്ട് ലെങ്തി ആയി പോകും. എനിക്ക് മൊത്തം കമ്പനികളെ കുറിച്ചുള്ളൊരു ധാരണ കിട്ടുന്നതിന് അതൊരു തടസ്സമായേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. അത് മാത്രം വെച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. തൽക്കാലം ഇത് ഇത്രയും മനസ്സിലാക്കാം. ഓണർഷിപ്പിൻ്റെ ബേസിസിലുള്ള ഉടമസ്ഥാവകാശം ആർക്കാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നോക്കാം. 2 എണ്ണമാണ് ഇവിടെ വരുന്നത്, ഗവൺമെൻറ് കമ്പനീസിനും നോൺ ഗവൺമെൻറ് കമ്പനീസിനും. എന്താ ഗവൺമെൻറ് കമ്പനീസ് എന്ന് ആദ്യം നോക്കാം. എ പബ്ലിക് എൻ്റർപ്രൈസ് ഇൻകോപ്പറേറ്റ് അണ്ടർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഈസ് കോൾഡ് എ ഗവൺമെൻറ് കമ്പനി. കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള, ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പബ്ലിക് എൻ്റർപ്രൈസിനെ നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് വിളിക്കാം. These companies are owned and managed by the central or state government. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ ആയിരിക്കും ഇത് ഓൺ ചെയ്തിരിക്കുന്നതും മാനേജ് ചെയ്യുന്നതും. അത് ഉടമസ്ഥാവകാശവും അത് മാനേജ് ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ആയിരിക്കും. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 45, കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 45 ഒരു ഗവൺമെൻറ് കമ്പനിയെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം എന്താണെന്ന് നോക്കാം. എനി കമ്പനി ഇൻ വിച്ച് നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. ഏതെങ്കിലും ഒരു കമ്പനി അതിൻ്റെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ മീൻസ് അടച്ചു തീർത്ത മൂലധനത്തിൻ്റെ, ഷെയർ ക്യാപിറ്റലിന് പലവിധമുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, പിന്നെ
പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അടച്ചു തീർത്ത, അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞ മൂലധനത്തിൻ്റെ 51% കുറയാത്ത, എന്ന് വെച്ചാൽ 51%ഓ അതിൽ കൂടുതലോ ഭാഗം ഗവൺമെൻറ് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കമ്പനികളെ നമുക്ക് ഗവൺമെൻറ് കമ്പനി എന്ന് പറയാം. അതിൽ ഏതൊക്കെ ഗവൺമെൻറ് വരും? ഷെയർ ക്യാപിറ്റൽ ഈസ് ഹെൽഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആവാം, ഓർ ബൈ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ ഗവൺമെൻറ്റ്സ്. സെൻട്രൽ ഗവൺമെൻറ് ഒറ്റക്കാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാവാം. എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓർ പാർട്ട്ലി ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് പാർട്ട്ലി ബൈ ദി വൺ ഓർ മോർ സ്റ്റേറ്റ് ഗവൺമെൻറ്. പകുതി സെൻട്രൽ ഗവൺമെൻറ്റും പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളോ ചേർന്നിട്ടും ആവാം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇത്രയും ഷെയറുകൾ അതിൽ കൂടുതലോ ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഗവൺമെൻറ് കമ്പനിയാണ്. കൂടാതെ ഏതും കൂടെ ഇതിൻ്റെ അണ്ടറിൽ വരും. ആൻഡ് ഇൻക്ലൂഡ്സ് എ കമ്പനി വിച്ച് ഈസ് എ സബ്സിഡിയറി കമ്പനി ഓഫ് സച്ച് എ ഗവൺമെൻറ് കമ്പനി. ഒരു ഗവൺമെൻറ് കമ്പനിയുടെ സബ്സിഡിയറി ആയിട്ട് വരുന്ന കമ്പനി, അത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും അതിൻ്റെ സബ്സിഡിയറി ആയി എന്നുള്ളത് കൊണ്ട് അത് ഗവൺമെൻറ് കമ്പനി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. These companies are registered as private limited companies, though the management and their control vested with the government. ഈ സബ്സിഡിയറി കമ്പനിയുടെ കേസാണ് പറഞ്ഞത്. അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ് ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ മാനേജ്മെൻറ്റും മറ്റുമൊക്കെ തന്നെ ഗവൺമെൻറ്റിലായിരിക്കും വെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക, നിക്ഷിപ്തമായിട്ടുണ്ടാവുക. Then this is a type of organization where both the government and private individuals are shareholders. ഇപ്പോൾ ഗവൺമെൻറ് കമ്പനി എന്ന പേരെങ്കിൽ കൂടിയും അതിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും ഗവൺമെൻറ്റിനും ഒരുപോലെ ഓണർഷിപ്പ് ഉണ്ടായിരിക്കില്ല, ഒരുപോലെ അവർ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു 51% അതിൽ കൂടുതലോ ഗവൺമെൻറ് ഷെയർസ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് അത് ഗവൺമെൻറ് കമ്പനി ആവുന്നത്. അത് 50-50 രണ്ട് പേർക്കും ഈക്വൽ ആണെങ്കിൽ 50-50% വെച്ചിട്ടാണെങ്കിൽ ആർക്കും മുൻതൂക്കമില്ല. അപ്പോൾ 51% ഗവൺമെൻറ്റിന് വരുമ്പം ഗവൺമെൻറ്റിനാണ് അവിടെ മുൻതൂക്കം. അതുകൊണ്ട് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ആരുടെ കയ്യിൽ വരും? ഗവൺമെൻറ്റിന് വരും. അല്ലാതെ ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പം അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ മുഴുവൻ ഷെയറും ഗവൺമെൻറ് തന്നെ ഹെൽഡ് ചെയ്യണമെന്നില്ല. അതിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനും അതിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കും, അവരും അതിൻ്റെ ഷെയർ ഹെൽഡ് ചെയ്യുന്നുണ്ടാവും. സംടൈംസ് ദീസ് കമ്പനീസ് ആർ കോൾഡ് എ മിക്സഡ് ഓണർഷിപ്പ് കമ്പനി. ചില സമയത്ത് ഇതിനെ നമ്മൾ മിക്സഡ് ഓണർഷിപ്പ് കമ്പനി എന്നും കൂടെ പറയാറുണ്ട്. രണ്ട് കൂട്ടർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. പിന്നെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, മിനറൽസ് ആൻഡ് മെറ്റൽസ് ട്രേഡിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ദ നോൺ ഗവൺമെൻറ് കമ്പനീസ്. The list of non-government companies includes all those companies which are registered under the Companies Act but not as government company. ഗവൺമെൻറ് കമ്പനി അല്ലാതെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ബാക്കിയുള്ള എല്ലാത്തരം കമ്പനീസും ഏതിനകത്താണ് വരിക? നോൺ ഗവൺമെൻറ് കമ്പനീസിനകത്താണ് വരിക. ദെൻ ഓൺ ദി ബേസ് ഓഫ് കൺട്രോൾ. കൺട്രോളിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹോൾഡിംഗ് കമ്പനിയെന്നും സബ്സിഡിയറി കമ്പനിയെന്നും രണ്ട് ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഹോൾഡിംഗ് കമ്പനി വെച്ച് കഴിഞ്ഞാൽ എ കമ്പനി ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദാറ്റ് അതർ കമ്പനി. അപ്പോൾ ഒരു കമ്പനിയെ മറ്റൊരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണെന്ന് പറയണമെങ്കിൽ എ കമ്പനി ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ഓഫ് അനദർ കമ്പനി, മറ്റൊരു കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനിയാണ് എന്ന് ഒരു കമ്പനിയെ നമ്മൾ പറയണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഇഫ് ഇറ്റ് ഹാസ് കൺട്രോൾ ഓവർ ദാറ്റ് അതർ കമ്പനി, ആ മറ്റേ കമ്പനിന്മേൽ ഈ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥാപനത്തിന് കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എ ബി രണ്ട് കമ്പനീസാണ്. ബി എന്ന് പറയുന്ന കമ്പനിയെ കൺട്രോൾ ആൻഡ് മാനേജ് ചെയ്യുന്നത് എ എന്ന് പറയുന്ന കമ്പനിയാണെങ്കിൽ ആ എ എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് വിളിക്കും. മറ്റേ കമ്പനിയെ ബി എന്ന് പറയുന്നതിനെ നമ്മൾ സബ്സിഡിയറി കമ്പനി എന്ന് വിളിക്കും. സബ്സിഡിയറി കമ്പനിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവരാണ് ഹോൾഡിംഗ് കമ്പനി, ആരാണോ മറ്റൊരാളുടെ കീഴിൽ നിൽക്കുന്നത് അതാണ് സബ്സിഡിയറി കമ്പനി. 2013 സെക്ഷൻ 2 സബ്സെക്ഷൻ 46 ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹോൾഡിംഗ് കമ്പനി ഇൻ റിലേഷൻ ടു വൺ ഓർ മോർ അതർ കമ്പനീസ് മീൻസ്, ഒന്നോ അതിൽ കൂടുതലോ കമ്പനികളുമായി ബന്ധപ്പെടുത്തി ഒരു കമ്പനിയെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നതോട് അർത്ഥമാക്കുന്നത് എ കമ്പനി ഓഫ് വിച്ച് സച്ച് കമ്പനീസ് ആർ സബ്സിഡിയറി കമ്പനി. ഈ പറയുന്ന ഒന്നോ അതിൽ കൂടുതലോ കമ്പനീസ് ആ പറയുന്ന കമ്പനിയുടെ സബ്സിഡിയറീസ് ആയിരിക്കണം. അപ്പോഴാണ് നമ്മൾ മറ്റേ കമ്പനിയെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത്. ദെൻ
ആസ് പെർ ദി കമ്പനീസ് അമെൻമെൻറ്റ് ആക്ട് 2017 2017 കമ്പനീസ് ആക്ട് 2013 അമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രകാരം പറയുന്നത് ദ എക്സ്പ്രഷൻ കമ്പനി ഇൻക്ലൂഡ്സ്, കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതൊക്കെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനി ബോഡി കോർപ്പറേറ്റ്, ഏത് ബോഡി കോർപ്പറേറ്റും കമ്പനി എന്നുള്ള ടേമിന് അണ്ടറിൽ വരും. അല്ലാതെ ഇന്ത്യൻ കമ്പനി എന്ന് മാത്രമൊന്നുമല്ല കമ്പനി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ക്യാൻ ഓൾസോ ആക്ട് ആസ് എ ഹോൾഡിംഗ് കമ്പനി ആസ് പെർ ദിസ് അമെൻമെൻറ്റ്. ഈ അമെൻമെൻറ്റ് വന്നതിന് ശേഷം ഈ അമെൻമെൻറ്റ് പ്രകാരം ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിക്ക്, അതായത് ഒരു ഫോറിൻ കമ്പനിക്കും എന്താവാം, ഒരു ഹോൾഡിംഗ് കമ്പനിയായി പ്രവർത്തിക്കാം എന്നാണ് പറയുന്നത്. അതായത് സബ്സിഡിയറി കമ്പനി ഇന്ത്യയിലും ആവാം, ഹോൾഡിംഗ് കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ളതും ആവാം എന്നാണ് പറഞ്ഞത്. ദെൻ സബ്സിഡിയറി കമ്പനി, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയാം. ഇപ്പോൾ എയും ബിയും രണ്ട് കമ്പനിയാണ്. എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ കൺട്രോൾ ചെയ്യും, മാനേജ് ചെയ്യും, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ എ ഹോൾഡിംഗ് കമ്പനിയുമാണ്, ബി സബ്സിഡിയറി കമ്പനിയാണ്. അതായത് ഹോൾഡിംഗ് കമ്പനിക്ക് കീഴെ നിൽക്കുന്ന കമ്പനിയാണ് ആര്, സബ്സിഡിയറി കമ്പനി എന്ന് പറയുന്നത്. ഇതും നമ്മുടെ സെക്ഷൻ 2 സബ്സെക്ഷൻ 87 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ കമ്പനി ഈസ് നോൺ ടു ബി എ സബ്സിഡിയറി കമ്പനി ഓർ സബ്സിഡിയറി ഇൻ റിലേഷൻ ടു അതർ കമ്പനി, ദാറ്റ് ഈസ് ടു സേ ദ ഹോൾഡിംഗ് കമ്പനി. മറ്റൊരു കമ്പനിയുമായി ബന്ധപ്പെടുത്തി, ആ മറ്റേ കമ്പനിയെ നമ്മൾ എന്താ വിളിക്കുന്നത്, ഹോൾഡിംഗ് കമ്പനി എന്നാണ് വിളിക്കുന്നത്. മറ്റേ കമ്പനിയുമായി ബന്ധപ്പെടുത്തി ഒരു കമ്പനിയെ സബ്സിഡിയറി കമ്പനിയെന്നോ സബ്സിഡിയറിയെന്നോ പറയപ്പെടുന്നത്, വിളിക്കപ്പെടുന്നത് എപ്പോഴാണ്, മീൻസ് എ കമ്പനി ഇൻ വിച്ച്, അതിനകത്ത് ദ ഹോൾഡിംഗ് കമ്പനി താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടാവും. കൺട്രോൾസ് ദ കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കോമ്പോസിഷനെ അത് എന്ത് ചെയ്യുന്നുണ്ടാവും, കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. Exercise or control more than 1/2 of the total voting power either of its own or together with one or more of its subsidiary companies. ആ ഒരു സബ്സിഡിയറിൻ്റെയോ അല്ലെങ്കിൽ ഒന്നോ അതിൽ കൂടുതലോ സബ്സിഡിയറീസിൻ്റെയോ വോട്ടിംഗ് പവറുകൾ മൊത്തം വോട്ടിംഗ് പവറിൻ്റെ പകുതിയിലധികം, മോർ ദാൻ 1/2 എന്നാണ് പറഞ്ഞത്, പകുതിയിലധികം, അതായത് 50%-ലധികം ആരാണ് എക്സൈസ് ചെയ്യുന്നത്, ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും എക്സൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഹോൾഡിംഗ് കമ്പനിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് തന്നെ അതാണ്. സബ്സിഡിയറി കമ്പനിയുടെ ഷെയറിൻ്റെ 50%-ൽ കൂടുതൽ ആര് ഹെൽഡ് ചെയ്തിട്ടുണ്ടാവും, ഹോൾഡിംഗ് കമ്പനി ഹെൽഡ് ചെയ്തിട്ടുണ്ടാവും, വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യാൻ പറ്റുക. കാരണം വോട്ടിംഗ് പവർ അവരുടെ കയ്യിൽ കൂടുതൽ വരുന്നതുകൊണ്ടാണ് അവർക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 50%-ഓ അതിൽ കൂടുതലോ വോട്ടിംഗ് പവർ ഹെൽഡ് ചെയ്തിരിക്കുന്ന പിന്നെ ആരാവും ഉപയോഗിക്കുന്നുണ്ടാവുക, ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നൊരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയുക, സബ്സിഡിയറി കമ്പനി എന്ന് പറയാം. ദെൻ ഓൺ ദി ബേസിസ് ഓഫ് നാഷണാലിറ്റി, നാഷണാലിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നാഷണൽ കമ്പനീസിനും ഫോറിൻ കമ്പനീസിനും. കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെസിഫിക് കമ്പനി ആക്ട് ഓഫ് ദി നാഷൻ ഈസ് നോൺ ആസ് നാഷണൽ കമ്പനി. ഒരു രാജ്യത്തിൻ്റെ കമ്പനീസ് ആക്ട് ഏതാണോ ആ കമ്പനി ആക്ട് പ്രകാരം ഫോം ചെയ്യപ്പെടുന്ന കമ്പനീനെ നമ്മൾ നാഷണൽ കമ്പനി എന്ന് പറയും. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യപ്പെടുന്ന കമ്പനീനെ നമുക്ക് എന്ത് പറയാം, ഇന്ത്യൻ കമ്പനി എന്ന് പറയാം. എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദി ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഈസ് നോൺ ആസ് ആൻ ഇന്ത്യൻ കമ്പനി. ദെൻ ഫോറിൻ കമ്പനി അപ്പോൾ എന്തായിരിക്കും, ഒരു വിദേശ രാജ്യത്ത് അവിടുത്തെ ആക്ട് പ്രകാരം ഫോം ചെയ്യപ്പെടുന്ന കമ്പനീസ് ആയിരിക്കും ഫോറിൻ കമ്പനീസ്. ഫോറിൻ കമ്പനി ഈസ് വൺ ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 42 ഓഫ് ദ കമ്പനീസ് ആക്ട്. ഫോറിൻ കമ്പനി മീൻസ് എനി കമ്പനി ഓർ ബോഡി കോർപ്പറേറ്റ് ഇൻകോർപ്പറേറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യക്ക് പുറത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കമ്പനീനെയും ഏതൊരു ബോഡി കോർപ്പറേറ്റിനെയും ഈ സെക്ഷൻ പ്രകാരം ഫോറിൻ കമ്പനി എന്ന് വിളിക്കാം. വിച്ച് അതെങ്ങനെയും കൂടെ ആയിരിക്കും, അതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. എ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ വെദർ ബൈ ഇറ്റ് സെൽഫ് ഓർ ത്രൂ ആൻ ഏജൻറ്റ് ഫിസിക്കലി ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. അതിന് ഈ പറയുന്ന ഇന്ത്യക്ക് പുറത്ത് ഫോം ചെയ്ത ഒരു കമ്പനിക്ക് ഇന്ത്യക്കകത്ത് എന്തുണ്ടായിരിക്കും, ഒരു ബിസിനസ് പ്ലേസ് ഉണ്ടായിരിക്കും. അതിന് സ്വന്തമായിട്ടാവാം അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് വഴിയാവാം. ഫിസിക്കലി ആവാം വെച്ചാൽ ബിൽഡിങ്ങും കാര്യം അങ്ങനെയുള്ളതൊക്കെ ഇന്ത്യയിൽ സെറ്റ് ചെയ്തിട്ട് തന്നെ പ്രവർത്തിക്കുന്നതാവാം. ഓർ ത്രോ ഇലക്ട്രോണിക് മോഡ്, അല്ലെങ്കിൽ ഇ കൊമേഴ്സ് പോലെ ഇലക്ട്രോണിക് മോഡ് മുഖാന്തിരാവാം. അല്ലെങ്കിൽ വേറെ ഏതൊക്കെ മാനറിൽ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലേക്കാവും. കണ്ടക്ട് എനി ബിസിനസ് ആക്ടിവിറ്റി ഇൻ ഇന്ത്യ ഇൻ എനി അതർ മാനർ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി നമ്മൾ ഫോറിൻ കമ്പനിയാണെന്ന് വിളിക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞത്, ഇന്ത്യക്ക് പുറത്ത്, ഇന്ത്യയിലൊക്കെ പുറത്തുള്ള ഒരു രാജ്യത്തെ ആക്ട് പ്രകാരം ഫോം ചെയ്ത കമ്പനി ആവുകയും ചെയ്യുക, അവർക്ക് ഇന്ത്യക്കകത്തൊരു ബിസിനസ് പ്ലേസ് ഉണ്ടാവുകയും ചെയ്യുക. അത് ഈ പറയുന്ന കണ്ടീഷൻസൊക്കെ ഉള്ള ഒന്നാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഫോറിൻ കമ്പനി എന്ന് വിളിക്കാം. നെയിം എക്സെട്ര ഫോറിൻ കമ്പനി. ഫോറിൻ കമ്പനിയുടെ പേരൊക്കെ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം.
Company should exhibit on the outside of every office or place where it carries on business in India the name of the company and the country in which it is incorporated. ഇന്ത്യക്കകത്ത് എവിടെയാണോ ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നത് ആ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഓഫീസിന് പുറത്ത് എന്താണോ കമ്പനിയുടെ പേര് അതും ഏത് രാജ്യത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണോ അതും എന്ത് ചെയ്തിരിക്കണം, കാണിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ അമേരിക്കയിൽ ഫോം ചെയ്തൊരു കമ്പനിയാണെങ്കിൽ ആ കമ്പനിയുടെ പേരും ഉണ്ടായിരിക്കണം, പിന്നെ അമേരിക്ക എന്നും കൂടെ ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ടു ബി ഡൺ ഇൻ ലെറ്റേഴ്സ് ഈസിലി ലെജിബിൾ ഇൻ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സ്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പഷ്ടമായിട്ട് ഇംഗ്ലീഷ് ക്യാരക്ടറിൽ, ഇംഗ്ലീഷ് ലെറ്ററിലായിരിക്കണം ഇത് കാണിക്കേണ്ടത്. കൂടാതെ ഓൾസോ ഇൻ ദ ക്യാരക്ടർ ഓഫ് ദ ലാംഗ്വേജ് ഓർ വൺ ഓഫ് ദി ലാംഗ്വേജസ് ഇൻ ജനറൽ യൂസ് ഇൻ ദ ലൊക്കാലിറ്റി ഇൻ വിച്ച് ദ ഓഫീസ് ഓർ പ്ലേസ് ഈസ് സിറ്റുവേറ്റ്. ഈ പറയുന്ന ഓഫീസ് അല്ലെങ്കിൽ ബിസിനസ് പ്ലേസ് എവിടെയാണോ ആ ഒരു പ്രദേശത്ത് പൊതു ഉപയോഗത്തിലുള്ള ഭാഷ ഏതാണോ ആ ഭാഷയിൽ, ഇനി ഒന്നിൽ കൂടുതൽ ഭാഷ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷ, അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിലും കൂടെ കാണിച്ചിരിക്കണം. അപ്പോൾ കേരളത്തിലാണ് ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം, മലയാളത്തിലും അതിൻ്റെ പേരും രാജ്യത്തിൻ്റെ പേരും കാണിച്ചിരിക്കണം എന്നാണ് പറഞ്ഞത്. Then the name of the company and of the country in which the company is incorporated to be stated in legible English character in all business letters, billheads, letter paper and in all notices and other official publication of the company. ഈ പറയുന്ന രീതിയിൽ കമ്പനിയുടെ പേരും രാജ്യത്തിൻ്റെ പേരും ഇംഗ്ലീഷ് ലെറ്ററിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ സ്പഷ്ടമായിട്ട് എവിടെയെല്ലാം കാണിച്ചിരിക്കണം? കമ്പനിയുടെ എല്ലാ ഒഫീഷ്യൽ പബ്ലിക്കേഷൻസിൽ, നോട്ടീസസിൽ, അതിൻ്റെ ബിൽ ഹെഡിൻ്റെ മുകളിൽ, ബിസിനസ് ലെറ്ററിൻ്റെ മുകളിൽ ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇഫ് ദ ലാബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഈസ് ലിമിറ്റഡ്, മെമ്പേഴ്സിൻ്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ അതും കാണിച്ചിട്ടുണ്ടായിരിക്കണം. എവിടെയൊക്കെ കാണിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ടു ബി സ്റ്റേറ്റഡ് ഇൻ എവറി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പ്രോസ്പെക്ടസിലും അത് ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ ഓൾ ബിസിനസ് ലെറ്റേഴ്സ്, ബിൽ ഹെഡ്സ്, ലെറ്റർ പേപ്പർ, നോട്ടീസസ്, അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് അതർ ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഈ പറയുന്ന സാമഗ്രികളിൽ എല്ലാത്തിലും അത് കാണിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ ലാബിലിറ്റി ലിമിറ്റഡ് ആണ് എന്നുള്ളത് ലെജിബിൾ ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സിലാണ് കാണിക്കേണ്ടത്. ആൻഡ് ഈസ് ടു ബി എക്സിബിറ്റഡ് ഓൺ ദി ഔട്ട്സൈഡ് ഓഫ് എവറി ഓഫീസ് ഓർ പ്ലേസ് വെയർ ഇറ്റ് ക്യാരീസ് ഓൺ ബിസിനസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ബിസിനസ് നടത്തുന്ന സ്ഥലം ഏതാണോ, ഓഫീസ് ഏതാണോ അതിന് പുറത്ത് എന്ത് കാണിച്ചിരിക്കണം? ഈ പറയുന്ന ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം കാണിച്ചിട്ടുണ്ടായിരിക്കണം. അത് ഇംഗ്ലീഷ് ക്യാരക്ടറിൽ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ലോക്കൽ ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജിലും കൂടെ കാണിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് പേരും മറ്റു കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് മറ്റൊരു ക്ലാസിഫിക്കേഷൻ, ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് അതർ ഫോംസ് ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വീഡിയോക്കകത്ത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. വീഡിയോ വല്ലാണ്ട് ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോക്കകത്ത് അത് മാത്രം ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നതായിരിക്കും. അതും കൂടെ ചേരുമ്പോൾ മാത്രമാണ് ഈ വീഡിയോ പൂർണ്ണമാവുക എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നെക്സ്റ്റ് വീഡിയോക്കകത്ത് പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളും 1% കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിന് ശേഷമുള്ള വീഡിയോക്കകത്തും പറയുന്നതായിരിക്കും. അപ്പോൾ തുടർന്നും എൻ്റെ വീഡിയോസ് കാണാം. നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. സംശയങ്ങളായിട്ടോ മറ്റോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ